ലൈംഗികാരോപണത്തിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത. രാഹുലിനെ പിന്തുണച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കെ സുധാകരൻ പറഞ്ഞു. കെ സുധാകരനെ തള്ളി കെ മുരളീധരൻ രംഗത്തെത്തി. നിരപരാധിയെന്ന് പറയാൻ അന്വേഷണ റിപ്പോർട്ട് വരണമെന്ന് മുരളീധരൻ പറഞ്ഞു. രാഹുലിനെ പ്രചാരണത്തിന് വിളിക്കണോ എന്ന് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കട്ടെ എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു. വിലക്കിനിടയിലും പ്രചാരണത്തിൽ സജീവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടു, എനിക്ക് അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്, ആ അഭിപ്രായം ഞാൻ അതിനകത്ത് നിൽക്കുകയാണ്. കെ സുധാകരന്റെ നിലപാട് തള്ളിയ കെ മുരളീധരൻ നിലപാട് കടുപ്പിച്ചു. രാഹുൽ നിരപരാധിയെന്ന് പറയാനാകില്ല. രാഹുലുമായി നേതാക്കൾ വേദി പങ്കിടരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹം സസ്പെൻഷനിലാണ്. ഇപ്പോൾ അന്വേഷണത്തിലാണ്. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ, വന്നതിന് ശേഷം പാർട്ടി അക്കാര്യം തീരുമാനമെടുക്കും. രാഹുലിനെ പാർട്ടി വേദികളിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന നേതൃ തീരുമാനം വ്യക്തമാക്കുന്നതായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. അല്ല, സംഘടനാപരമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നില്ല, ഒരു കമ്മിറ്റിയിലും പങ്കെടുക്കുന്നില്ല. അതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണത്തിന് അവരിപ്പോൾ ഞങ്ങളുടെ നിയന്ത്രണമൊന്നും പ്രത്യേകിച്ച് ഏർപ്പെടുത്തിയിട്ടില്ല. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് നേതാക്കൾ പറഞ്ഞത്. അത് താൻ അനുസരിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് തന്നെ MLA ആക്കിയവർക്കായുള്ള പ്രചാരണമാണെന്നും രാഹുൽ പറഞ്ഞു. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാള് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. എനിക്ക് 2 കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലെന്നായിരുന്നു വിഷയത്തിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം. മീഡിയ 1 കോഴിക്കോട്.